ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. ഞാൻ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞല്ലോ അല്ലേ? ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറിയാത്തവരായിട്ട് കുറേ പേരുണ്ടാവും, അറിയുന്നവരായിട്ടും ഉണ്ടാവും. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മൾ എന്ത് മന്ത്രം ജപിക്കുമ്പോഴാണെങ്കിലും ശ്ലോകം ജപിക്കുമ്പോഴാണെങ്കിലും ഇനി നാമം ജപിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ആ ഭക്തിഭാവത്തിൽ നമുക്ക് ഭഗവാനിൽ സമർപ്പിക്കാൻ കഴിയും, നമ്മൾ എന്ത് ചൊല്ലുന്നതാണെങ്കിലും അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം അത് നിങ്ങൾക്ക് അറിയോ? അറിയാത്തവരായിട്ട് കുറേ പേരുണ്ടാകും. എനിക്കും അറിയില്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. അറിയായിരുന്നു, പക്ഷെ കൂടുതൽ മനസ്സിലായത് ഈ ഇടയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരായിട്ട് കുറേ പേരുണ്ടാകും. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി തന്നെ നമുക്ക് ഭഗവാനിൽ സമർപ്പിക്കാം. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം ആദ്യം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒന്ന് ചൊല്ലിയാലോ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരൊക്കെ ആദ്യം ചൊല്ലുക ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? അവർ പറയുക ആദ്യം കൃഷ്ണനെ ചൊല്ലിയിട്ട് രാമനെ ചൊല്ലണം, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. കൃഷ്ണനും രാമനും ഒന്ന് തന്നെയാണ് അല്ലേ? നമ്മൾ പണ്ട് മുതലേ ശീലിച്ചത് ഹരേ രാമ ചൊല്ലിയിട്ടാണ് അല്ലേ? അപ്പോൾ രാമനെ ചൊല്ലിയാലും കൃഷ്ണനെ ചൊല്ലിയാലും ഒന്ന് തന്നെ. അപ്പോൾ നമ്മൾ മുൻപ് എങ്ങനെയാണോ ചൊല്ലാറുള്ളത് അങ്ങനെ തന്നെ ചൊല്ലാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. നമ്മൾ ഹരേ എന്ന വാക്കിൻ്റെ അർത്ഥം, നമ്മൾ ചൊല്ലുന്ന ഹരേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? രാധാദേവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ രാധാദേവി, രാധാകൃഷ്ണ തന്നെയാണ് ആദ്യത്തെ ലൈന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണനെ സേവിക്കാൻ ഞങ്ങൾക്ക്